നമ്മുടെ രാജ്യത്ത് ഒരു അമ്പലമുണ്ട്. ഇത് ഒറ്റ നോട്ടത്തിൽ സാധാരണ ഒരു അമ്പലമായിട്ടൊക്കെ തോന്നിയേക്കാം, പക്ഷേ ഇതിൻ്റെ അകത്ത് ചെറിയൊരു സീക്രട്ട് ഒളിച്ചിരിപ്പുണ്ട്. ആന്ധ്രാപ്രദേശിലത്തെ തിരുപ്പതിയിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു അമ്പലം നിൽക്കുന്നത്. ഈ ലോകത്തിലത്തെ തന്നെ ഏറ്റവും പഴക്കം ചേർന്ന ശിവലിംഗമാണ് ഈ അമ്പലത്തിലുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോർമൽ കാര്യങ്ങളാണെങ്കിലും ഈ ശിവലിംഗത്തിന്റെ മെറ്റീരിയൽ, അതായത് ശിവലിംഗം ഉണ്ടാക്കിയേക്കുന്ന മെറ്റീരിയൽ നമ്മുടെ ഭൂമിയിലുള്ള സംഭവമല്ല, അത് വേറെ എവിടെന്നോ വന്നൊരു സംഭവമാണ്. അത് എന്താണെന്ന് ഇതുവരെയായിട്ട് ആർക്കും പറയാനും പറ്റിയിട്ടില്ല. ഇപ്പൊ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ലേ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗുഡിമല്ലം, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് ടെമ്പിൾ എന്നാണ്. അതായത് ഭൂമിക്ക് അടിയിലുള്ള ഒരു ടെമ്പിൾ. വളരെ സാധാരണമായിട്ടുള്ള ഈ ഒരു അമ്പലത്തിന്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ, എന്തോ തരത്തിലുള്ള ഒരു എനർജി ആൾക്കാരെല്ലാവരും ഈ അമ്പലത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരുപാട് പൊളിറ്റീഷ്യൻസ് ആയിക്കോട്ടെ, സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, ഒരുപാട് ആൾക്കാർ ഈ ഒരു ചെറിയ വളരെ റിമോട്ട് ആയിട്ടുള്ള ഈ ഒരു സ്ഥലത്തുള്ള ഈ ഒരു അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. നമുക്ക് ആർക്കും അറിയാത്ത ഒരു സംഭവമാണ് ശരിക്കും ശിവലിംഗത്തിന്റെ ഒരു അർത്ഥം എന്താണ്, ശരിക്കും ആ ഒരു സ്ട്രക്ചർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. പലരും പല രീതിയിലും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷെ സത്യാവസ്ഥ എന്താ വെച്ചാൽ നമുക്കിതിന്റെ അർത്ഥം ഒന്നും അത് ശരിക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ശിവലിംഗത്തെ ഒരു ഹ്യൂമൻ ഓർഗനായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതിനൊരു ഏലിയൻ സ്ട്രക്ചറായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കേസ് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, അതായത് ഈ വീഡിയോയിൽ പറയുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ഒരുപാട് വീഡിയോസിനെ റെഫർ ചെയ്തിട്ടും ഒരുപാട് ഫോറും കാര്യങ്ങളൊക്കെ വായിച്ചിട്ടാണ് ഞാൻ ശരിക്കും ഈ വീഡിയോ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാക്കിയാണ്. അതായത് നമ്മുടെ ഭൂമിയിൽ യാതൊരു രീതിയിലുള്ള ടെക്നോളജി അങ്ങനെയൊന്നുമില്ല. അതായത് മനുഷ്യരിങ്ങനെ ഉണ്ടായി വരുന്ന ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ആകാശത്ത് നിന്ന് എന്തോ ഒരു സംഭവം ഇങ്ങനെ ഇറങ്ങി വന്നു. എന്തോ റോക്കറ്റോ എന്തോ ഒരു സംഭവം ഇങ്ങനെ ഇറങ്ങി വന്നു. അപ്പോൾ ഇത് എന്താണെന്ന് ആർക്കും അറിയില്ല. നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർക്ക് ആർക്കും ഇത് ആദ്യമായിട്ടാണ് ശരിക്കും ഇങ്ങനത്തെ ഒരു എനർജി ഇവർ കാണുന്നത്. അപ്പൊ അവർ നോക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റാത്ത, അതായത് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇത് ഈ സംഭവത്തിൽ നിന്ന് വന്നിറങ്ങിയ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതായത് അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ സുപ്പീരിയർ ആയിട്ടുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. റോക്കറ്റ് പോലത്തെ ഒരു സംഭവത്തിൽ നിന്ന് ഒരാളിങ്ങനെ ഇറങ്ങാൻ നിങ്ങൾ വിചാരിക്കാം. അത് നമ്മളിങ്ങനെ കാണുകയാണ്. അതായത് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുകയാണ്. അപ്പൊ നാച്ചുറലി നമ്മൾ കാണുന്ന ഒരു ഇമേജ് ഇതേപോലെ ആയിരിക്കില്ല ഇരിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശിവലിംഗത്തിന്റെ ആ ഒരു പ്രതിഷ്ഠ. ഈ ഒരു സംഭവം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതായത് എന്തോ ഒരു സംഭവത്തിൽ നിന്ന് ശിവൻ ഇങ്ങനെ ഇറങ്ങി വരുന്ന ആ ഒരു സംഭവമാണ് ശരിക്കും ഇതിൽ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്നത്. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആയിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തൊക്കെയോ ഉണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അത് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ഒരുപാട് അമ്പലങ്ങളിൽ ഇങ്ങനെ ശിവന്റെ കൊത്തുപണിയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ അകത്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവം എന്താണെന്ന് അറിയാം. ശിവൻ ഇങ്ങനെ എന്തോ ഒരു സംഭവത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നത്, അതായത് എന്തോ ഒരു ക്യാപ്സ്യൂളിൽ നിന്ന് ശിവൻ ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ടാണ് ഒട്ടുമിക്ക കൊത്തുപണികളിലൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള ഈ ഒരു ഡിസ്ക്രിപ്ഷൻ, അതായത് ശിവൻ ഇങ്ങനെ ഒരു സംഭവത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ള ആ ഒരു ഡിസ്ക്രിപ്ഷൻ ഇവരുടെ ഭാവനയിൽ നിന്ന് തോന്നിയതായിരിക്കോ, അത് ഇവർ കണ്ട സംഭവം അതേപോലെ അവരുടെ ഒരു ഇമാജിനേഷനിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചായിരിക്കും. ഓക്കെ, അതാണ് എൻ്റെ ഒരു ചോദ്യം. ഞാൻ ഒട്ടുമിക്ക വീഡിയോസും ഇപ്പൊ മിസ്റ്ററി വീഡിയോസ് ഞാൻ കുറച്ചായിപ്പോൾ ചെയ്യുന്നു. അപ്പോൾ എല്ലാത്തിനും ഞാൻ പറയുന്ന ഒരു കാര്യം ഇതൊക്കെ തന്നെയാണ്. അതായത് നമ്മുടെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കാണുന്ന ഒരു സംഭവമായിരിക്കും നമ്മളിങ്ങനെ കൊത്തിവെക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതിനെപ്പറ്റി പെയിന്റ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ സ്റ്റോൺ ഏജ് എന്ന് പറയുന്ന ഒരു കാലത്ത് അവിടെ സംഭവിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പറയുന്ന കേവിലൊക്കെ വരച്ചിരിക്കുന്ന ഒരുപാട് ചുമർചിത്രങ്ങളിലൂടെയാണ്. അപ്പോൾ അവിടെ വെച്ച് അവർ അനുഭവിച്ച കാര്യങ്ങളും അവരുടെ ആ ഒരു എക്സ്പീരിയൻസസും കാര്യങ്ങളൊക്കെ ആയിരിക്കാം അവരിങ്ങനെ വരച്ച് അവിടെ വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ഇപ്പൊ കണ്ടുപിടിക്കുന്നതുകൊണ്ടാണ് അപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സെയിം സിറ്റുവേഷൻ തന്നെ ആയിരിക്കില്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതല്ലാണ്ട് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ പിരമിഡ്സിന്റെ അകത്തുള്ള കാര്യങ്ങളായിക്കോട്ടെ, നമ്മുടെ ഈജിപ്തിന്റെ അകത്ത് ഒരുപാട് ഹൈറോഗ്ലിഫിക്സ് ഉണ്ട്. അതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, എന്ത് കണ്ടിട്ടായിരിക്കും, എന്തായിരിക്കും ശരിക്കും ഇവർ ഇങ്ങനെ ഇൻസ്പയർ ചെയ്തേക്കുന്നത്? ഈ തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇവർക്ക് എന്താണ് പ്രചോദനം? എന്ത് കണ്ടിട്ടാണ് ഇവർ ശരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തത്? അതൊക്കെ ശരിക്കും ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ്. നമുക്ക് അതിനെ പറ്റിയിട്ട് യാതൊരു ഇൻഫർമേഷനും നമ്മുടെ കയ്യിൽ ഇപ്പം ഇല്ല. ഈ ഒരു അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്രാനൈറ്റിന്റെ ബ്ലോക്സ് ഉപയോഗിച്ചിട്ടാണ്. അത് മാത്രമല്ല, ഈ ഗ്രാനൈറ്റിന്റെ ബ്ലോക്സിൽ 9 ഗ്രാനൈറ്റിന്റെ ബ്ലോക്സിന് നീക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബ്ലോക്സ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അതായത് ഈ ഒരു ബ്ലോക്സിലൂടെയാണ് ഈ
അമ്പലത്തിന്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകാൻ പറ്റുന്നതെന്നാണ് ഇവിടുത്തെ ഉള്ള ലോക്കൽസും കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ വീഡിയോയുടെ തുടക്കം പറഞ്ഞ പോലെ തന്നെ ഗുഡിമല്ലം എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് ടെമ്പിൾ എന്നാണ് ശരിക്കും ഇതിന്റെ അർത്ഥം. അതായത് നമ്മളിപ്പോ ഈ കാണുന്ന ഈ പ്രതിഷ്ഠയും ഈ അമ്പലം എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ പുറത്തുള്ള ഒരു സംഭവമാണ്. അതായത് ഇതിന്റെ അടിയിൽ, അതായത് ശരിക്കുള്ള അമ്പലം എന്ന് പറയുന്നത് ഇതിന്റെ അടിയിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ അതിലേക്കുള്ള അണ്ടർഗ്രൗണ്ട് പാസേജസും കാര്യങ്ങളൊക്കെ ശരിക്കും ഉണ്ട്. അത് നമുക്ക് പുറമേ ഉള്ള ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയില്ലെങ്കിലും അവിടെയുള്ള ലോക്കൽസും കാര്യങ്ങളൊക്കെ ശരിക്കും ഇതിനെ പറ്റിയിട്ട് അറിയാവുന്ന ആൾക്കാരാണെന്നാണ് ഒരുപാട് സ്പെക്കുലേഷൻസ് പറയുന്നത്. അതായത് ഈ അമ്പലത്തിന്റെ പ്രതിഷ്ഠയുടെ നേരെ താഴെ ഒരു അണ്ടർഗ്രൗണ്ട് ഏരിയ ഉണ്ടെന്ന്, അവിടെയാണ് ഒറിജിനൽ ആയിട്ടുള്ള, അതായത് ശരിക്കുള്ള ശിവലിംഗം നിൽക്കുന്നതായിട്ടാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ശിവലിംഗത്തിന്റെ അട്രാക്ഷൻ കാരണമാണ് ഈ അമ്പലത്തിന് ഒരു ഡിവൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തോ തരത്തിലുള്ള ഒരു എനർജി ഈ അമ്പലത്തിലേക്ക് എല്ലാവരെയും ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്നതായിട്ടും പറയുന്നുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ഈ ഒരു വീഡിയോക്ക് വേണ്ടി മാത്രം ചെയ്തതല്ല. അതായത് ഒരുപാട് നാളായിട്ട് ഞാൻ ഇതിന്റെ പുറകെ തന്നെയാണ്. അതായത് അനുനാക്കി എന്ന് പറയുന്നതും മയൻ സിവിലൈസേഷൻ, നമ്മുടെ ഇപ്പൊ ശിവന്റെ കാര്യം, ഇതെല്ലാം കൂടി ഒരു ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എല്ലാം ശരിക്കും സെയിം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെയൊക്കെ ഒരു ഹൈലൈറ്റ് എന്താ വെച്ചാൽ എല്ലാ ലെജൻഡ്സിന്റെയും കൺക്ലൂഷൻ എന്ന് പറയുന്നത് വളരെ സിമിലർ ആണ്, അല്ലെങ്കിൽ സെയിം തന്നെയാണ്. ഓക്കെ, അതായത് ആകാശത്ത് നിന്ന് വരുന്ന ദൈവങ്ങളെ പറ്റിയിട്ടാണ് എല്ലാത്തിലും പറയുന്നത്. ഇതും ഒരു എക്സെപ്ഷൻ അല്ല. അതായത് ശിവൻ എന്ന് പറയുന്നത് വേറൊരു ഗ്രഹത്തിൽ നിന്ന് വരുന്ന ഒരു ബീയിങ് ആയിട്ടാണ് പറയപ്പെടുന്നത്. അതായത് ഒരുപാട് ലെജൻഡ്സിൽ അങ്ങനെയാണ് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് അനുനാക്കിയിലും പറയുന്നത്. അതേ സിമിലർ ആയിട്ടുള്ള സ്റ്റോറി തന്നെയാണ് നമ്മുടെ മയൻ സിവിലൈസേഷനിലും പറയുന്നത്. അതുപോലെ തന്നെയാണ് ഒട്ടുമിക്ക ലെജൻഡ്സിലും പറയുന്നത്. ഇത് നിങ്ങൾ തന്നെ നിങ്ങളുടെ യുക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലോജിക്ക് ഉപയോഗിച്ച് നിങ്ങൾ അന്ന് ആലോചിച്ചാൽ മതി. ഇവിടെയുള്ള ആൾക്കാരൊക്കെ വിശ്വസിക്കുന്നത് ശിവലോകത്ത് നിന്ന് കൊണ്ടുവന്ന ആ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്രതിഷ്ഠ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ്. പക്ഷെ ഒരുപാട് ആർക്കിയോളജിസ്റ്റ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇതൊരു മീറ്ററൈറ്റ് ആണ്. അതായത് ആകാശത്ത് നിന്ന് വീണ ഒരു ഉൽക്ക പോലത്തെ ഒരു സംഭവം എന്നാണ് ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു കൺക്ലൂഷൻ ഞാനിപ്പോ പറഞ്ഞ പോലെ നമുക്ക് ശരിക്കും അറിയില്ല അത് എന്താണ്, അത് എന്ത് മെറ്റീരിയൽ ആണെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. ഇപ്പൊ നമ്മൾ വിക്കിപീഡിയ എടുത്ത് നോക്കിയാലും അതൊരു റോക്കായിട്ടാണ്, ഒരു കല്ലായിട്ടാണ് ശരിക്കും പറയുന്നത്. പക്ഷെ ശരിക്കും നമ്മുടെ ഭൂമിയിൽ ഇതുവരെ കണ്ടുവരാത്ത ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു സംഭവത്തിന്റെ ഏജ്, അതായത് ഇത് എത്ര പഴക്കമുണ്ടെന്നുള്ളതിനെ പറ്റിയിട്ട് ശരിക്കും ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട്. ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് 2300 വർഷങ്ങൾ പഴക്കമുള്ളതാണെന്നാണ്. ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് ഇത് 12,000 വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ്. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയിട്ടൊന്നും നമുക്ക് ശരിക്കും കറക്റ്റ് ആയിട്ട് അറിയില്ല. നമുക്ക് അറിയാവുന്ന കാര്യം എന്താ വെച്ചാൽ ഇവിടെ എന്തോ തരത്തിലുള്ള ഒരു എനർജി ഉണ്ട്. ആൾക്കാരെ ഇതിനെ അട്രാക്ട് ചെയ്യുന്ന വളരെ ഡിവൈൻ ആയിട്ടുള്ള ഒരു എനർജി ഇവിടെ ഉണ്ട്. നമ്മളെല്ലാവരും ഇന്റർനെറ്റിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് UFO എന്ന് പറഞ്ഞ ഒരു ഡെപിക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്, ആ ഒരു സ്ട്രക്ചർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏകദേശം അതേപോലെ തന്നെയാണ് ശിവലിംഗം ഇരിക്കുന്നത്. അതിപ്പോ എൻ്റെ ഒരു സംശയം മാത്രമാണ്, ചിലപ്പോൾ ഇതൊരു കോയിൻസിഡൻസ് ആയിരിക്കും കേട്ടോ. പക്ഷെ നമ്മുടെ ലോകത്തെ തന്നെ ഞെട്ടിക്കാവുന്ന ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫാർ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ടെക്നോളജിക്കലി കേപ്പബിൾ ആയിട്ടുള്ള ഒരു മെഷീൻ ഒളിച്ചിരിക്കുന്നത് ഈ ഒരു അമ്പലത്തിന്റെ അണ്ടർഗ്രൗണ്ട് ചേംബറിലായിരിക്കും. അതായത് ഒറിജിനൽ ശിവലിംഗം എന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തിന്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ കൺമുന്നിൽ തന്നെ എന്തൊക്കെ എവിടേക്ക് ഒളിച്ചിരിക്കുന്നതായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അധികം വൈകാണ്ട് തന്നെ നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു കറക്റ്റ് ആൻസർ കിട്ടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.